പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. 52-ാം വാക്യത്തിൽ ഒരു പ്രധാന വാക്ക് ഞാൻ ഉച്ചരിക്കട്ടെ. പൗലോസ് പറയുകയാണ്, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ അദ്ദേഹം ദൈവാത്മാവിൽ ഇങ്ങനെയാണ് പറയുന്നത്: കാഹളം ധ്വനിക്കും. കാഹളം ധ്വനിക്കും എന്നുള്ളത് നിശ്ചയമായതും ദൈവത്താൽ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നതുമായ ഒരു വസ്തുതയാണ്. ദൈവപുത്രന്റെ കാഹളം ധ്വനിക്കും. പ്രിയപ്പെട്ടവരെ, കാഹളം ധ്വനിക്കുന്നതായ ആ നിമിഷത്തിൽ സംഭവിക്കുന്നതായ കാര്യമാണ് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രിയ മകൻ ജോമോൻ, അവൻ ഇപ്പോൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുകയാണ്. അവൻ ആ കാഹളത്തിന്റെ ധ്വനിയിങ്കൽ ഉയർത്തെഴുന്നേൽക്കും. ദൈവദാസൻ പാടിയിട്ടുണ്ട്, മുഴങ്ങും കാഹള ധ്വനിയിങ്കൽ ഉയർക്കുമേ ഭക്തരകിലം. കാഹളം ധ്വനിക്കും. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ കൂടെ ഞാൻ വായിക്കട്ടെ. അതിൽ നമുക്ക് പരിചയമുള്ള വാക്യമാണ്, ആശ്വാസം നൽകുന്നതായ വേദഭാഗം.